ഭരണഘടനയാണ് നമ്മുടെ ശക്തി. ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇലക്ഷൻ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യം. നക്കാപ്പീച്ച തന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 250 രൂപ തന്നില്ലേ, 300 രൂപ തരുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കാം എന്ന് പറയുന്നതാണോ രാഷ്ട്രീയം? ഫാദർ സ്റ്റാൻസ്വാമി നമ്മുടെയൊക്കെ വേദനയല്ലേ? ഞാനല്ലേ ആ സ്റ്റാൻസ്വാമി? ലിജോ അല്ലേ? നമ്മൾ ഓരോരുത്തരും അല്ലേ? എൻ്റെ ഭയം മുഴുവനും, എൻ്റെ വേദന മുഴുവനും, എൻ്റെ സങ്കടം മുഴുവനും ഇങ്ങനെ അടിമകളായി എഴുതാനും അതിനു വേണ്ടിയിട്ട് വ്യാപരിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങിയിരിക്കുന്ന ക്രിസ്തീയർ എന്ന് പറയുന്ന, ക്രൈസ്തവർ എന്ന് പറയുന്ന ആ കൂട്ടരെയാണ് എനിക്ക് ഭയവും, അവരോടാണ് എനിക്ക് വേദനയുള്ളത്. കേരളത്തിലെ സാധാരണ ഹോസ്പിറ്റൽ, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികൾ, അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ 4/1 ഫെസിലിറ്റീസ് മണിപ്പൂരിലെ മെഡിക്കൽ കോളേജിൽ ഞാൻ കണ്ടില്ല. അത് ശരിക്കും ഇന്ത്യയുടെ മൊത്തം ക്രൈസ്തവ സഭയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നില്ലേ? നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നുള്ളതും ഞങ്ങൾ നിശ്ചയിക്കും, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ കൈകളിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ആണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യ പോകേണ്ടത്. ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കാനായിട്ട്, അത് അച്ഛൻ നേരത്തെ പറഞ്ഞ ദേശീയതയിലെ രാഷ്ട്രീയത്തിൽ വരുന്ന പല വിഷയങ്ങളും, നമ്മൾ എന്ത് ഭക്ഷിക്കണം, എന്ത് തിന്നണം, എന്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മനുഷ്യൻ, അതെല്ലാം ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. പക്ഷേ നമ്മുടെ ഒരു ഭരണഘടന നമുക്കുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സവർണരും അവർണരെയൊക്കെ ഒരുപോലെ, അല്ലെങ്കിൽ അവർണർക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു വലിയൊരു ഭരണഘടന, ലോകം മുഴുവൻ വളരെ ഇതായിട്ട് കാണുന്ന, പ്രശംസിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് ഉണ്ട്. ഈ ഭരണഘടന നമ്മുടെ ഒരു ശക്തി തന്നെയല്ലേ? ഭരണഘടനയാണ് നമ്മുടെ ശക്തി. ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇലക്ഷൻ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യം. ഈ ഭരണഘടനയ്ക്ക് വിഘാതമായിട്ടുള്ള ഭരണഘടനകൾ വരികയോ അതിനെ തിരുത്തപ്പെടുകയോ അതിനെ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുക വെച്ചാൽ, അതായത് കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, 400 MP സീറ്റ് കൂടുതൽ കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന തിരുത്തി എഴുതുന്നു. അങ്ങനെ തിരുത്തി എഴുതുമോ? തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ, മലയാളം ചാനലിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇരുന്ന് ചർച്ചയ്ക്ക്, ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രം, യൂണിയൻ ഗവൺമെൻറ്റിലുള്ള ഉൾപ്പെട്ട് നിൽക്കുന്ന അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ചോദ്യം ചോദിച്ചു. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലെ അഭിലാഷാണ് ചോദിച്ചത്. ഇന്ത്യ എന്നുള്ള നമ്മുടെ ഭരണഘടന മാറുമോ, ഇന്ത്യ എന്നുള്ള പേര് മാറുമോ, ഇത് ഹിന്ദു രാഷ്ട്രമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചുകൊണ്ട് മാത്രമായല്ലോ, അതിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായല്ലോ, ആ രീതിയിലാണല്ലോ എന്നുള്ള. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് അവർക്കറിയാം, അല്ലെങ്കിൽ അവരത് ക്രമീകൃതമായി ചെയ്തുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഇതുവരെ രാഷ്ട്രീയ അവബോധമുള്ളവർ പോലും ശബ്ദിച്ചിരുന്നില്ല. എൻ്റെ പ്രയാസമെന്ന് പറയുന്നത് ഈ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിലെ. തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ. അതുകൊണ്ടാണ് അവർക്ക് ഏതിലേക്കും മാറുന്നതിന് വിഷമമില്ലാത്തത്. അവർക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നത്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല, രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയ ചിന്തകൾക്ക് വേണ്ടിയിട്ടല്ല, ആശയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നു. അപ്പോൾ അവർ ഏതിലേക്കും മാറും. ഇപ്പം നമുക്കറിയാമല്ലോ, കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിയുടെ മകൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹം വേറൊരു ആശയത്തിലേക്ക് പോയി. എങ്ങനെ അദ്ദേഹത്തിന് അത് സാധിച്ചത്? കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് മാത്രം, അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം. അപ്പം എൻ്റെ ഭാവി സുരക്ഷിതമാക്കുക, എൻ്റെ ഒരു കാല് ഉറച്ചു നിന്നാലേ മറ്റേ കാലം ഞാൻ പൊക്കുള്ളൂ എന്ന് വേറൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക, അതാണോ ശരിയായ രാഷ്ട്രീയം? ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയതയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പൊതു നിർമ്മിതിയാണ്. എന്നോടൊപ്പം തന്നെ എൻ്റെ അയൽക്കാരനും ഉയർന്നു വരണം, എന്നോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രത്തിലുള്ള എല്ലാവരും ഉയർന്നു വരണം. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ള, ചൊല്ലിയിട്ടുള്ളൊരു സത്യപ്രതിജ്ഞയുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ. നമ്മളെടുക്കുന്ന ഒരു ദൃഢപ്രതിജ്ഞ അല്ലേ, കൈ ഉയർത്തി, നമ്മൾ കൈമടക്കി ഉയർത്തി നിർത്തി പറയുന്നൊരു കാര്യം. അത് നമ്മുടെ നെഞ്ചിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു വാക്കാണ്. അപ്പം ആ
ഇന്ത്യക്കാരൻ എൻ്റെ സഹോദരി സഹോദരനാണെങ്കിൽ, അവൻ കാട്ടിൽ വസിക്കുന്നവനാണെങ്കിലും നാട്ടിൽ വസിക്കുന്നവനാണെങ്കിലും അവൻ എനിക്ക് തുല്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. ഞാൻ അവനെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അകറ്റി നിർത്തുകയില്ല. കാരണം ദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എനിക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെയാണ് ശരിക്കും ദേശീയതാബോധം കിടക്കേണ്ടത്. അല്ലാതെ നക്കാപ്പീച്ച തന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് 250 രൂപ തന്നില്ലേ, 300 രൂപ തരുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കാം എന്ന് പറയുന്നതാണോ രാഷ്ട്രീയം? അത് ശരിക്കും അടിമകളാക്കാൻ വേണ്ടിയിട്ടല്ലേ? മാത്രമല്ല ഡിജോ, ഇതിനകത്തൊരു പ്രത്യേകത, ഈ രാഷ്ട്രീയക്കാർ, ഞാൻ പറഞ്ഞില്ല തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ, അവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും അവർ വലിയ ബോർഡുകളും മറ്റും കാര്യങ്ങളും വെക്കും. എന്നിട്ടത് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കും അവർ, ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു. ഇത് അവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുതരുന്നതാണോ? ഡിജോയും ഞാനും ഒരു തീപ്പെട്ടി കൂട് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ടാക്സ് മുതൽ എല്ലാവരും ടാക്സ്, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ 1 രൂപ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ, 1 രൂപ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് അതിൻ്റെ വിഹിതം വരുന്നത് 40 പൈസ താഴെ ഉള്ളൂ. 40 പൈസ താഴെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഗുജറാത്തിലേക്കും UP-യിലേക്കും ഛത്തീസ്ഗഡിലേക്കും എന്ന് പറഞ്ഞാൽ വികസിതമല്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്ത് പങ്കുവെക്കുന്നു. അതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അപ്പം എൻ്റെ ടാക്സിൻ്റെ ഒരു നല്ല പങ്ക് ഇതുവരെ പുരോഗതിയില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക്, ഇപ്പോൾ ഗുജറാത്ത് ആയാലും UP ആയാലും ഛത്തീസ്ഗഡ് ആയാലും രാജസ്ഥാൻ ആയാലും അവിടെയൊക്കെ എൻ്റെ സഹമസൃഷ്ടങ്ങളാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉണ്ടാകാവൂ. പക്ഷേ അത് ഔദാര്യമായിട്ടാണ് ഈ 40 പൈസ എനിക്ക് തരുന്നതെന്ന് പറയരുത്. ഞാൻ കൊടുക്കുന്ന 1 രൂപയിൽ നിന്ന് 40 പൈസ എനിക്ക് തന്നിട്ട് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് നല്ല പാലം കെട്ടി തരുന്നത്, നിങ്ങൾക്ക് നല്ല റോഡ് വെച്ച് ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം. അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ആ ചോദ്യം ചെയ്യുമ്പോഴാണ് പറയുന്നത് അത് വേണ്ട, ചോദ്യമൊന്നും വേണ്ട, ഇങ്ങോട്ട് അത് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളങ്ങ് കേട്ടിരുന്നാൽ മതി, കണ്ടിരുന്നാൽ മതി എന്ന് പറയുന്നതാണ് അടിമത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ അടിമകളാക്കിക്കൊണ്ടാണ് ഉടമകളായിട്ട് ഞങ്ങളുണ്ട്. നിങ്ങൾ അധ്വാനിച്ച്, പണ്ട് പുലയനും പാണനും പറയനും ഒക്കെ അധ്വാനിച്ച് അവരുടെ വേർപൂറ്റി കുടിച്ചതായിട്ടുള്ള ആളുകളുടെ വേറൊരു ഭാവത്തിലും രീതിയിലും ഇവർ നമ്മളെ ഊറ്റി തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും ഇരിക്കുന്നു. അതാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട വിധം ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു ഭാരതത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ചില നിലനിൽപ്പിനെ ബാധിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം ഒന്നാമത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയാണ് എപ്പോഴും ഈ ചില ആശയങ്ങൾക്കുള്ളത്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി. കാരണം അവരിലേക്ക് ശക്തി കേന്ദ്രീകരിക്കുക, അവരിലെ എല്ലാ അധികാരങ്ങളും കൊണ്ട് നിർത്തുക, അതിന് എല്ലാവരെയും ഭിന്നിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. സംഘടിതമായി കഴിഞ്ഞാൽ അവർ എന്നേക്കുമായിട്ട് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അവരൊരു മൈനോറിറ്റിയാണ്. പക്ഷേ സംഘടിത ശക്തി വലുതാണ്. സംഘടിക്കാനുള്ള ശക്തി വലുതാണ്. പക്ഷേ അവരെ തമ്മിൽ സംഘടിപ്പിക്കുകയില്ല. സംഘടിക്കാതിരിക്കാനായിട്ട് എന്ത് അറ്റം വരെയും പോകും. ആരെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവനെ അപ്പോൾ തന്നെ കയ്യാമം വെക്കും. നീ വേണ്ട, നീ ശബ്ദിക്കണ്ട. ഇപ്പോൾ ഫാദർ സ്റ്റാൻസാമി നമ്മുടെയൊക്കെ വേദനയല്ലേ? ഞാനല്ലേ ആ സ്റ്റാൻസാമി? ഡിജോ അല്ലേ? നമ്മൾ ഓരോരുത്തരും അല്ലേ? നമ്മുടെ ആചാര്യന്മാരല്ലേ? നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ കന്യാസ്ത്രീകൾ, നമ്മുടെ ബിഷപ്പുമാർ, അവരൊക്കെ അല്ലേ ഫാദർ സ്റ്റാൻസാമി? നിങ്ങൾ ശബ്ദിച്ചാൽ സ്റ്റാൻസാമിയാണ് നിങ്ങളുടെ മുമ്പിലുള്ള നല്ല ഉദാഹരണം. ഒരു വയോവൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും, അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിലെ ഒരു പട്ടക്കാരനായിട്ട് സുഖ സൗകര്യത്തോടുകൂടി തന്നെ ജീവിക്കാമായിരുന്നല്ലേ, എല്ലാ സൗകര്യങ്ങളോടുകൂടി. എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? ഈ ഫാദർ സ്റ്റാൻസാമി, അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അന്ന് ഞാൻ പ്രതിഷേധത്തിന് മുൻപന്തിയിൽ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനകത്ത് മുൻകൈ എടുക്കേണ്ടുന്ന, നമ്മളോടൊപ്പം നിൽക്കേണ്ടിരുന്നതായിട്ടുള്ള ചില ആളുകൾ, ചില ചെറുപ്പക്കാർ, കേരളത്തിലെ ചില ക്രൈസ്തവ സമൂഹത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാർ പറഞ്ഞത്, അത് കേന്ദ്രം പറയുന്നതാണ് ശരി, കേന്ദ്രം പറയുന്നതാണ് ശരി. അപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പാവപ്പെട്ട ആ ട്രൈബൽസിന്, ഗോത്രവർഗക്കാർക്ക് അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, അവരുടെ ദേശം നഷ്ടപ്പെടുന്നു, അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു, അവർ പഴയ അടിമത്വത്തിൻ്റെ ഭാഗമായി തന്നെ കഴിയുന്നു. അപ്പോൾ അവർക്ക്
നമുക്കെങ്ങനെയാണോ വിദ്യാഭ്യാസം ലഭിച്ചത്, മിഷണറിമാർ വന്ന് വിദ്യാഭ്യാസം തന്നത്, നമ്മളെ എങ്ങനെയാണോ വളർത്തിയെടുത്തത്, വസ്ത്രം ധരിക്കാൻ നമുക്ക് അവകാശം തന്നത്, ഈ ഇലകളൊക്കെ മാറ്റിച്ച് നമുക്ക് ഒരു മാനവികത തന്നത്, ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ ദൈവം നിയോഗിച്ച, ഈശോതമ്പുരാൻ കൊടുത്തായിട്ടുള്ള ആ വലിയ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ പേരിൽ ആരോപിച്ച ആ അന്യായമായിട്ടുള്ള കുരുക്കുകൾ അതത്ര ഭീകരമായിരുന്നു. അത് ശരിക്കും ഇന്ത്യയുടെ മൊത്തം ക്രൈസ്തവ സഭയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദേശീയതയിലെ രാഷ്ട്രീയമെന്ന് പറയുന്നത് അവിടെയാണ്. നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങളുടെ പ്രതിപുരുഷന്മാരെ ഞങ്ങളാക്കിയതുപോലെ നിങ്ങളെയും ആക്കും. അത് കഴിഞ്ഞിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അടുത്ത സ്റ്റാൻ സ്വാമി അച്ഛൻ തന്നെയാണ് കേട്ടോ എന്ന്. എനിക്ക് പിന്നെ അതിനകത്ത് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ പറയുന്നതിലൊന്നും വലിയ നമുക്ക് ശബ്ദിക്കാനായിട്ട് ദൈവം ശബ്ദം തന്നിട്ടുള്ളിടത്തോളം കാലം നമ്മൾ ശബ്ദിക്കും, അതിനകത്ത് യാതൊരു ഇതുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഇത് നമ്മുടെ കൈകളിലാണ് ഭാരതം ഇരിക്കുന്നത്, ന്യൂനപക്ഷത്തിൻ്റെ ഇതിലല്ല, ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ കൈകളിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ആണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ത്യ പോകേണ്ടത്. എന്ത് കഴിക്കുമെന്നുള്ളത് എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണ്. അതിനകത്ത് ഡിജോ കൈ കടത്തിൻ്റെ അവകാശമില്ല. ഉണ്ടോ? ഇല്ല. ഡിജോയ്ക്ക് അധികാരം ഉണ്ടാകാം, അവകാശം സാധ്യതകളുണ്ടാകാം, പക്ഷേ എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യരുത്, എൻ്റെ ഭക്ഷണത്തെ ചോദ്യം ചെയ്യരുത്, എൻ്റെ വസ്ത്രത്തെ ചോദ്യം ചെയ്യരുത്. ഇപ്പം നമുക്കറിയാമല്ലോ, ആശ്രമിൽ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വസ്ത്രം ഏത് ധരിക്കണമെന്ന് ആസാം ഗവൺമെൻറ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനല്ലേ? ശരിയാണോ അച്ഛൻ പറഞ്ഞേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നമുക്ക് കർത്താവ് തമ്പുരാൻ തന്നിരിക്കുന്ന ദൗത്യത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളവയെല്ലാം തന്നെ ഞങ്ങളാണ് ഇനിയും തീരുമാനിക്കാൻ പോകുന്നത്. അത് കേട്ടാലും അതറിഞ്ഞാലും അത് മനസ്സിലാക്കിയാലും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പറ്റം ആളുകളെ ഇവർ അടിമകളാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെയുണ്ട്. അതാണ് എൻ്റെ ഭയം. എനിക്കിപ്പോൾ മറ്റ് ആളുകളെ അല്ല ഭയം. എൻ്റെ ഭയം മുഴുവനും, എൻ്റെ വേദന മുഴുവനും, എൻ്റെ സങ്കടം മുഴുവനും ഇങ്ങനെ അടിമകളായി എഴുതാനും അതിനു വേണ്ടിയിട്ട് വ്യാപരിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങിയിരിക്കുന്ന ക്രിസ്തീയർ എന്ന് പറയുന്ന, ക്രൈസ്തവർ എന്ന് പറയുന്ന ആ കൂട്ടരെയാണ് എനിക്ക് ഭയവും, അവരോടാണ് എനിക്ക് വേദനയുള്ളത്. അച്ഛൻ ഈ മണിപ്പൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അച്ഛന് അവർക്ക് വേണ്ടി ഒരുപാട് ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ചീത്തയും വഴിയൊക്കെ ഇപ്പോഴും അതിന് വേണ്ടി കേട്ടിട്ടുണ്ട്, ചീത്തയും വഴിയൊക്കെ അച്ഛൻ കുറേ കേട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ബാധിക്കുമോ? തീർച്ചയായിട്ടും. അത് ഇന്ത്യൻ ദേശീയതയിൽ ഒരു സംസ്ഥാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കാണാൻ പറ്റില്ല. നമ്മൾ കേരളക്കാരായതുകൊണ്ട് അവിടുത്തെ സംഭവിച്ച നമ്മളെ ബാധിക്കുകയില്ല, ഇറാനിൽ സംഭവിച്ച കാര്യം നമ്മളെ ബാധിക്കുകയില്ല, പലസ്തീനിൽ സംഭവിച്ച കാര്യം ബാധിക്കുകയില്ല, അല്ലെങ്കിൽ ഇസ്രായേലിൽ സംഭവിച്ച കാര്യം ബാധിക്കുകയില്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ലോകം മുഴുവനും തന്നെ ഇന്ന് ഒരു വിരൽത്തുമ്പിലാണ്, ലോകം മുഴുവനും. അപ്പം ഏതെല്ലാം വിധത്തിൽ ക്രൈസ്തവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ചർച്ചാ വിഷയം തന്നെയാണ്. മണിപ്പൂരും മാത്രമല്ല, മണിപ്പൂരിലേത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഛത്തീസ്ഗഡ് ഒരു വിഷയമല്ലേ? ഛത്തീസ്ഗഡാണ് മണിപ്പൂരിന് മുമ്പേ ഉണ്ടായത്. അത് കേരളത്തിൽ വിഷയമായി തന്നെ ഭവിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ചർച്ചയിലേക്ക് അധികം വരുന്നില്ല. മണിപ്പൂർ വിഷയമാണ് അല്ലാതെ വരുന്നത്. അതെ, അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മണിപ്പൂരിലെ കുറച്ച് ഈ ജൂതന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്, ഈ മനശ്ശെ ഗോത്രത്തിലുള്ള ഈ ക്രൈസ്തവ സമൂഹത്തിന് എപ്പോഴും ഈ അവരോടൊരു വൈകാരികതയുണ്ട്, ഈ യഹൂദന്മാരോട്. അപ്പോൾ അത് അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട പോലെ എന്നൊക്കെ ചിന്തിക്കും. അതിനൊന്നും ആവശ്യമുള്ളതല്ല, പക്ഷേ അവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവരെ ബാധിച്ചു. സിനഗോഗ് 2 തകർക്കപ്പെട്ടു എന്നുള്ള ഒരു ചർച്ചാ വിഷയമുണ്ട്. പിന്നെ ദേവാലയങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ 249 ദേവാലയങ്ങൾ 36 മണിക്കൂർ കൊണ്ട് നഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. കാരണം അതിനകത്ത് ആസൂത്രിതമായി നടന്നു എന്നുള്ളതുകൊണ്ട്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, യു പിയിലെ നമ്മുടെ ഒരു അച്ഛൻ, തൃശ്ശൂർക്കാരനായിരിക്കുന്ന ഒരു സേവ്യർ ബാബു അച്ഛൻ, എല്ലാവരും അച്ഛനെക്കുറിച്ച് കേട്ട് കാണും അല്ലേ? അച്ഛൻ്റെ തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ തന്നെ ഒരു വീഡിയോ ഒരു ചാനലുകാർ ഇറക്കിയായിരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ ഡ്രൈവിങ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എന്തിനാ? ഈ ഡ്രൈവറുടെ സഹോദരൻ വേറെ ഒരു സഭയിലെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരാണ്ടൊക്കെ പങ്കെടുത്തു. അപ്പോൾ അതൊരു മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തേടി വന്നപ്പോൾ അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, നമ്മുടെ അച്ഛൻ്റെ ഡ്രൈവറെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന 3-4 പേരെയും കിട്ടി. മലയാളികളാണെന്നൊക്കെ പറഞ്ഞ്
അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് നേരെ കൊണ്ടുവന്നു. അച്ഛന് വക്കീലും കൂടിയാണ്. അച്ഛൻ അവരെ ഇറക്കാനായിട്ട് വളരെ തന്മയത്വത്തോടുകൂടി പോയതാണ്. LLB ഒക്കെ കഴിഞ്ഞാണല്ലോ. തന്നെയല്ല, അച്ഛൻ അവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതിൻ്റെ സോഷ്യൽ വർക്കിൻ്റെ ഡയറക്ടറാണ്. പല കോളേജുകളും സ്കൂളുകളും ഉണ്ട്. ആ ദേശവാസികളെല്ലാം അവിടെയാണ് അവരുടെ മക്കളെ വിടുന്നത്. 6000-7000 പിള്ളേരെ കണ്ട് പഠിക്കുന്നൊരു സ്ഥാപനമുണ്ട്. അതിനകത്ത് 100-200 പിള്ളേരിൽ താഴെയുള്ളൂ ക്രൈസ്തവ പിള്ളേർ, ബാക്കിയുള്ളവരാണല്ലോ. നമുക്കങ്ങനെ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലല്ലോ. അതാണല്ലോ ക്രൈസ്തവരുടെ എക്കാലത്തെ ഒരു മേന്മ. സഭ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. സഭ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി. എല്ലാവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ഈശോയുടെ വചനം ശരിയായ വിധത്തിൽ നോക്കുന്നവരാണ് നമ്മൾ. അപ്പം അച്ഛൻ വളരെ ആഗ്രഹത്തോട് അവരെ ഇറക്കി കൊണ്ടുവരാനായിട്ട് ചെന്നു. അച്ഛൻ്റെ പേരും അഡ്രസ്സും ആധാർ കാർഡും മറ്റുമൊക്കെ ചോദിച്ചു. അതെല്ലാം എടുത്ത് കൊടുത്തു. അച്ഛൻ ഇറക്കി കൊണ്ടുവരാനല്ലേ. പക്ഷെ അച്ഛനെ പിടിച്ചകത്താക്കി. അച്ഛനറിഞ്ഞുകൂടാ എന്തിനാ അച്ഛനെ അകത്താക്കിയിരിക്കുന്നതെന്ന്. അച്ഛനവിടെ കിടക്കേണ്ടി വന്നു. പക്ഷെ അവിടെ വെച്ച് അച്ഛൻ സഹനത്തിൻ്റെ ആ നേർപ്പാതകൾ മനസ്സിലാക്കാനായിട്ടും ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്ന് ഇതുവരെ അച്ഛൻ അറിഞ്ഞുകൂടാ. എത്രയോ ക്രിസ്തീയ വിശ്വാസികൾക്ക് അത് അറിഞ്ഞുകൂടാ. അവർ ദൈവത്തെ ആരാധിക്കാൻ കൂടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നുള്ളതും ഞങ്ങൾ നിശ്ചയിക്കും, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. ഞങ്ങൾ വെച്ചിരിക്കുന്ന വരമ്പുകളെ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ അകത്താകും എന്നുള്ള 29 പേരെയാണ് ഈ അടുത്ത സമയത്ത് ഒരു സംഘടന, ADF എന്ന് പറയുന്ന സംഘടന പോയി ഇറക്കിക്കൊണ്ടുവന്ന പല സന്ദർഭങ്ങളായിട്ട്. ഇനിയും കുറേ പേര് കിടക്കുകയാണ് UP-യിൽ. മനസ്സിലായില്ലേ? അപ്പം മനുഷ്യനെ മനുഷ്യനാക്കി എടുക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് വിഘാതമായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണകൂടമാണോ നമുക്ക് വേണ്ടുന്നത്? സ്വാതന്ത്ര്യത്തോടുകൂടെ എൻ്റെ വിശ്വാസത്തിൽ നിൽക്കാനും ഞാൻ വിശ്വസിക്കുന്നത് പാലിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഭരണഘടന എനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മുറുകെ പിടിക്കാനുള്ള അധികാരം ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ടാണോ ഞാൻ നിൽക്കേണ്ടത്? അതാണ് ചോദ്യം. ഈ അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു എന്നുള്ള എല്ലാവരും ഓർത്തുകൊള്ളണം. നമ്മുടെ ഓരോരുത്തരുടെ രാജ്യമാണ്. ഈ ഇന്ത്യയെ വിഭജിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇന്ത്യയെ വിഭജിക്കാൻ തക്കവണ്ണമുള്ള ഒരുപാട് വാദമുഖങ്ങൾ കൊണ്ടുവരും. ഇന്ത്യ എന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളും ഉൾപ്പെട്ടവരുണ്ട്. അവരെ പല സംസ്കാരങ്ങളുള്ളവരാണ്. ഹിന്ദി ഭാഷ സംസാരിക്കും. ഇപ്പോൾ ഹിന്ദി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ദേശീയതാബോധം കൊണ്ടുവരാനായിട്ടൊരു ഭാഷ വേണമായിരുന്നു. അപ്പം ദേശീയതാബോധം പാകിയത്, അതിൻ്റെ വിത്ത് പാകിയതും ക്രൈസ്തവരാണ്, ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പം ആ വിത്ത് പാക മാത്രമല്ല, അത് മുന്നോട്ട് ചലിപ്പിക്കണമായിരുന്നെങ്കിൽ ഈ സ്റ്റാറ്റിക് കമ്മ്യൂണിറ്റിയെ, നിശ്ചല സമൂഹത്തെ ഒരു ഡൈനാമിക് സൊസൈറ്റിയായിട്ട്, ചലനാത്മക സമൂഹമായിട്ട് മാറ്റണമായിരുന്നെങ്കിൽ അതിനൊരു ഭാഷ ആവശ്യമായിരുന്നു. ആ ഭാഷ ദേശീയ തലത്തിലുള്ള ഭാഷയായിരിക്കണം. അതിനുവേണ്ടി 1880-കളിൽ സാമുവൽ ഹെൻറി കെല്ലേങ് എന്ന് പറയുന്ന ഒരു മിഷണറി, അദ്ദേഹമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹമാണ് ആ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് ആ ഭാഷ ഉണ്ടാക്കിയത്. ഇന്നിപ്പം പല ആളുകളും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടെങ്കിലും ചരിത്രം വളരെ പ്ലെയിനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് ചരിത്രം മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ വീണ്ടും നമ്മൾ അടിമത്തത്തിലേക്ക് പോകും. നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. അപ്പം ആ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് അന്യോന്യം സ്നേഹിച്ചും ആദരിച്ചും നിൽക്കത്തക്കവണ്ണം, ചേർത്ത് പിടിച്ച് നിൽക്കത്തക്കവണ്ണമുള്ള ഒരു ഭരണകൂടമായിരിക്കണം നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ മനസ്സിൽ തളം കെട്ടേണ്ടുന്ന കാര്യം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ രാജ്യം എങ്ങനെയാകണം? മറ്റൊരാളായിരിക്കരുത് എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത്. ഞാൻ തന്നെ തീരുമാനിക്കാനും എനിക്ക് വിശ്വസിക്കുവാനും എനിക്കത് പ്രചരിപ്പിക്കുവാനും എനിക്ക് ആരാധിക്കുവാനും എനിക്ക് ഭക്ഷിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം എൻ്റെ ജനാധിപത്യബോധം. മാത്രമല്ല, ഒരു കാര്യം കൂടെ, നമുക്ക് പ്രിയാമ്പിൾ എന്നുണ്ടല്ലോ ഭരണഘടനയുടെ. ആ പ്രിയാമ്പിളിൽ 4 തൂണുകളുണ്ട്. അതിനകത്ത് നീതി, തുല്യനീതി. ഈ തുല്യനീതി എല്ലാവർക്കും അവകാശപ്പെട്ട നീതി. ആ തുല്യനീതിയോടൊപ്പം തന്നെ ഉള്ളതാണ് ലിബർട്ടി, സ്വാതന്ത്ര്യം. അതിനോടൊപ്പമുള്ളതാണ്, ഒപ്പം വെക്കേണ്ടുന്നതാണ് നമ്മുടെ ഇക്വാലിറ്റി, തുല്യത.
അതിനോട് ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് സാഹോദര്യം, ഫ്രിറ്റേണിറ്റി. അപ്പം ഇത് 4ഉം സംരക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നത് ഏത് ഐഡിയോളജിയിലൂടെയാണ്? ഇതിന് 4നും കത്തിവെക്കുന്നത്, ഇത് വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്നത്, ഇത് മാന്തിക്കളയാനായിട്ട് ശ്രമിക്കുന്നത് ഏത് ഐഡിയോളജിയാണ്? അത് മാത്രം ചിന്തിച്ച് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം സുഗമമായിട്ട് മുന്നോട്ട് പോകും. അച്ഛാ, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ പറയുമ്പോഴും, ഇപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകും എന്നൊക്കെ രീതിയിൽ അച്ഛൻ പറയുമ്പോഴും, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു വികസനം അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണല്ലോ. ഇപ്പോൾ ലോക രാജ്യങ്ങൾ തന്നെ ഇന്ത്യയെ നോക്കിക്കാണുന്നു, ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് അവർ നോക്കുന്നു ഏതൊരു വിഷയം വന്നാലും. അപ്പോൾ അത്രമാത്രം ലോകം മുഴുവൻ ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്ന ഒരു രാജ്യമായി മാറി. ഇന്ത്യയിലെ ചില മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ റോഡ് ഗതാഗതം അങ്ങനെയുള്ളതെല്ലാം വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിലും ഇങ്ങനൊരു സംഭവം, അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു ദേശീയതയിലെ രാഷ്ട്രീയത്തിലെ ചില വിഷയങ്ങൾ, അത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുക? സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ആളുകൾ പറയുന്നത് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ വികസനമെന്ന് പറയുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ, പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരു ദേശത്തുണ്ടാകുമ്പോഴാണ്, ഒരു രാജ്യത്തുണ്ടാകുമ്പോഴാണ്, രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാകുമ്പോഴാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, റേഷൻ അരി കൊണ്ട് മാത്രമേ ഇപ്പോഴും എനിക്ക് ജീവിക്കാൻ കഴിയുള്ളെങ്കിൽ എനിക്ക് കിട്ടുന്ന 1600 രൂപ അല്ലെങ്കിൽ 1500 രൂപ പെൻഷൻ, അതിൽ യൂണിയൻ ഗവൺമെൻറ് തരുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്നതും, അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ചികിത്സിക്കേണ്ടുന്ന, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഭക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാനും എൻ്റെ ദേശവും ഡെവലപ്ഡാണോ? ഇപ്പം നമ്മുടെ അധ്വാനത്തിൻ്റെ നല്ല പങ്കും നികുതിയായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന പോലെ പെട്രോൾ നികുതി, ഫ്യൂവലിൻ്റെ അല്ലേ, പെട്രോളും ഡീസലും നമ്മളൊക്കെ വണ്ടി ഉപയോഗിക്കുന്നവരാണ്. ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു മാസം വണ്ടിക്ക് വേണ്ടി പെട്രോൾ ഡീസൽ അടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നല്ല പങ്ക് എമൗണ്ടും അതിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സർക്കാരിന്, യൂണിയൻ സർക്കാരിന് നല്ലൊരു തുകയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എടുക്കുന്ന വരുമാനങ്ങൾ, എന്നെ കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ട് എടുക്കുന്ന വരുമാനങ്ങൾ എനിക്കും എൻ്റെ ദേശത്തിനും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അതൊരു വികസനമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. ഈ വികസനമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം ജനങ്ങൾക്കുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലകളെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം ചെറുപ്പക്കാർ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുക. അവിടെ ചെന്നിട്ട് അവർ ചെയ്യുന്ന ജോലി എന്താ? ഇവിടുന്ന് MBA കഴിഞ്ഞവർ, MTech കഴിഞ്ഞവർ, BTech കഴിഞ്ഞ് മറ്റു പല കോഴ്സുകളും കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ആരോ പറഞ്ഞതുപോലെ പാത്രങ്ങൾ മോറുന്ന കടകളിൽ പോയി പാത്രം മോറി ജീവിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്, അതിനെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമായിട്ടാണോ പറയേണ്ടത്? അപ്പോൾ 10 റോഡുണ്ടായി, 21 എയിംസ് ഉണ്ടായി. ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ആരെയും ഞാൻ ബ്ലെയിം ചെയ്യല്ല, ആരെയും എഴുത്തുകയല്ല. പക്ഷെ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാർ, അപ്പോൾ അവർക്കൊരു തുടർച്ച കിട്ടിയല്ലോ. ആദ്യത്തെ 5 വർഷത്തേക്ക് മാത്രമായിരുന്നെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്ക് 5 വർഷം കൊണ്ട് അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 10 വർഷം കിട്ടുമ്പോൾ ഒന്നിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. ഓരോ വർഷം 2 എയിംസ് രൂപപ്പെടുകയായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടായേനെ? ഓക്കെ, ആദ്യം ഉണ്ടാക്കിയത് കൂടാതെ ചെയ്യായിരുന്നെങ്കിൽ. ഇനിയും ഓരോ സംസ്ഥാനങ്ങളിലും അറ്റ്ലീസ്റ്റ് ഓരോ എയിംസെങ്കിലും ഓരോ സംസ്ഥാനത്തിൽ, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഉണ്ടാകത്തില്ലായിരുന്നോ? ഉണ്ടാകില്ലായിരുന്നോ? ഉണ്ടാകും. ഇപ്പം ഞാൻ അതിശോക്തി പറയല്ല, കേരളത്തിലെ സാധാരണ ഹോസ്പിറ്റലുകൾ, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികൾ, അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ 4/1 ഫെസിലിറ്റീസ് മണിപ്പൂരിലെ മെഡിക്കൽ കോളേജിൽ ഞാൻ കണ്ടില്ല. എൻ്റെ നാട്ടിലുള്ള ഒരു സാധാരണ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലുള്ള സൗകര്യത്തിന് 4/1 സൗകര്യം പോലും അവിടെ ഇല്ലായിരുന്നു. ഞാൻ കണ്ട കാഴ്ച, ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചാപിള്ളയാണ്, അതിനെ ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടത്. ബുള്ളറ്റ് വന്ന് നെഞ്ചിൽ പതിച്ചിട്ട് അതെടുത്ത് കളയാൻ കഴിയാതെ, അത് വെച്ച് ശ്വസിക്കാൻ കഴിയാതെ വേദനിച്ച് നിലവിളിക്കുന്ന ആളുകളെ ഞാൻ അവിടെ കണ്ടത്. മണിപ്പൂരിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ചുരാചാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ്.
അതേപോലെ ഛത്തീസ്ഗഡിൽ നിങ്ങൾ പോയിക്കോ, അവിടുത്തെ വൃത്തിഹീനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക്. എത്ര വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, സ്വച്ഛ് ഭാരത് എന്നും പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ സെസ്സൊക്കെ എടുത്ത്, നമ്മുടെ ഇതിൽ നിന്ന് ടാക്സൊക്കെ വർദ്ധിപ്പിക്കുന്നത്, സ്വച്ഛ് ഭാരതിൻ്റെ ഇത് പറഞ്ഞിട്ട്. ഛത്തീസ്ഗഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ അതിരാവിലെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പൊതുവെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. രാവിലെ ഒരു ചോറ്റുപാത്രത്തിൽ വെള്ളവുമായിട്ട് ഒരു തോട്ടിയുമായിട്ട് സ്ത്രീകളിങ്ങനെ നടന്നു പോകുന്ന, പുരുഷന്മാരും കാണും, അവരിങ്ങനെ നടന്നു പോവുക. അവർ പോകുന്നത് ചെറിയ പൊന്തക്കാടുകൾ, അതിൻ്റെ മറവിലാണ് അവർ കാര്യങ്ങൾ സാധിച്ചിട്ട് പോരുന്നത് രാവിലെ. അപ്പം വെള്ളം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. മറ്റെന്തിനാന്ന് എന്നോട് ഡിജോ ചോദിച്ചു കഴിഞ്ഞാൽ, ആ തോട്ടി അവർ തിരിച്ചു വരുമ്പോൾ ആരാൻ്റെയും പറമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ അത് പറിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ പൂക്കൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന് പൂജ നടത്താനും കർമ്മങ്ങൾ നടത്താനുമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ജനസമൂഹം ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു നാട്, ഒരു രാജ്യം ഉള്ളപ്പോൾ 90% ആളുകളും ഈ വിധത്തിലായിരിക്കുമ്പോൾ അതിനെ വികസിതമെന്നാണോ വിളിക്കുന്നത്, അതൊരു വികസനമാണോ, അതോ ഇനി അവികസിത രാജ്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അപ്പം ലോകത്തിൻ്റെ മുമ്പാകെ നമുക്ക് ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നൊരു വ്യക്തി, എൻ്റെ സംസാരവും എൻ്റെ ആഹാര രീതികളും എൻ്റെ ഇടപാടുമൊക്കെ കാണുമ്പോൾ എന്നെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഭാരതീയരും എന്നൊരു ചിന്ത ഒരു ലോക ജനതയ്ക്കുണ്ടായാൽ അത് ആണോ ശരിക്കുള്ള ഇന്ത്യ? ആ ചിന്ത ഉണ്ടായതുകൊണ്ട് ആയില്ലല്ലോ. 14 ലക്ഷം രൂപയുടെ ഒരു സൂട്ട് ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി ലോക നേതാക്കന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ഈ 14 ലക്ഷം രൂപയുടെ സൂട്ടാണ് ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതാണ് വികസിതമെന്ന് പറയുന്നതെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മുടെ രാജ്യം ഇന്നും വളരെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ്. അതിൻ്റെ കാരണക്കാർ രാഷ്ട്രീയ ഭുങ്കുവന്മാരാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ ഇന്നും കേവലം അടിമകളായിട്ട് വെച്ചൊരിക്കുകയും അവർ തരുന്ന പിച്ചക്കാശ് കൊണ്ട് നിങ്ങൾ ഉപജീവനം കഴിച്ചോ എന്ന് പറയുകയും ചെയ്യുന്ന അതല്ല വികസിതം എന്ന് പറയുന്നത് എനിക്ക് മറ്റൊരാളുടെ സർക്കാരിൻ്റെ ആശ്രയമില്ലാതെ തന്നെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള തൊഴിലും അതിൽ നിന്നുള്ള വരുമാനവും മാന്യമായ വരുമാനവും എൻ്റെ കുടുംബത്തെ പുലർത്തുവാനുള്ള ശുദ്ധവായു, ശുദ്ധമായ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് അതെല്ലാം എനിക്ക് കിട്ടുകയാണെങ്കിൽ അവിടെയാണ് വികസിതം എന്ന് പറയുന്നത്. അല്ലാതെ 10 റോഡുണ്ടാക്കിയതുകൊണ്ടോ തോടുണ്ടാക്കിയതുകൊണ്ടോ 10 വിമാന കമ്പനികൾ വിറ്റതുകൊണ്ടോ ഒന്നും വികസിതമാകുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് അതേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്ത നമുക്ക് ചിന്തിക്കാൻ അവസരം തരുന്നില്ല. ചിന്തിക്കാൻ അവസരം തരാതെ വേറെ പുതിയ വിഷയങ്ങളെടുക്കുക. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ ശ്രീലങ്കയ്ക്കും നമ്മുടെ ഇന്ത്യക്കും ഇടയ്ക്ക് കിടക്കുന്ന തമിഴ്നാടിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപിനെ കുറിച്ചുള്ള കച്ചദ്വീപ് നമുക്കറിയാം. അവിടെ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. അവിടെ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ വന്ന് അതായിരുന്നു 1956 തോന്നുന്നു. അത് അന്ന് സിലോണായിരുന്നല്ലോ, ശ്രീലങ്കയല്ല. അപ്പോൾ അവിടുന്ന് സിലോണിൽ നിന്ന് ആളുകൾ അവിടേക്ക് വന്നു, മീൻ പിടിക്കുന്ന ആളുകൾ. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും ചെന്നു. അപ്പോൾ അവരതിനെക്കുറിച്ച് 76 ആദ്യം 62 തോന്നുന്നു ആദ്യമായിട്ട് അവകാശം ഉന്നയിച്ചു. അതിനുശേഷം ഇന്ത്യയും അവകാശം ഉന്നയിച്ചു. 2 കൂട്ടരും അതിൻ്റെ തീരപ്രദേശങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നീട് അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തി ഇന്ത്യ അത് ശ്രീലങ്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെ അവിടെ യഥേഷ്ടം ചെല്ലാം, പാസ്പോർട്ടോ മറ്റുള്ള വിസയൊന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ അത് പലപ്പോഴും അവർ ലംഘിച്ചു. ശ്രീലങ്കൻ ഗവൺമെൻറ് പിന്നീട് അത് ലംഘിച്ചു. അപ്പോൾ അതിനെ 2023 നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി അവിടെ അവിടുത്തെ ലോക്സഭയിൽ അത് ഉന്നയിച്ചു, ആ വിഷയം ഉന്നയിച്ചു. അത് അമേക്കബിളായിട്ട് സെറ്റിൽ ചെയ്യേണ്ടതാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നത് നയതന്ത്രപരമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനകത്ത് രാജ്യത്തെ വലിച്ചഴക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇപ്പം അതും കൂടെ വലിച്ചഴച്ചിട്ടാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അന്ന് ജയലളിത സർക്കാരിന് എഴുതിയായിരുന്നു, ഞങ്ങളുടെ ജനത അല്ലെങ്കിൽ തമിഴ് ജനത പീഡിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം സ്റ്റാലിനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അത് എഴുതി. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പെടുക്കുക. അപ്പോൾ അതാണോ ശരിക്കും വികസിതമെന്നൊക്കെ പറയുന്നത്? വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ അങ്ങനെ അല്ല സംസാരിക്കുക. വികസിത രാജ്യങ്ങളിലെ അയൽവക്കങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അമേക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടല്ലേ രാജ്യതന്ത്രജ്ഞന്മാർ നമുക്കുള്ളേ. അവരെ വിട്ട് അത് ചെയ്യിക്കുക, അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അത് പിന്നെ വേറൊരു ട്രെൻഡായിട്ട് കൊണ്ടുവരിക, ആളുകളെ ഭയപ്പെടുത്തുകയും അരക്ഷിതാവസ്ഥ
മനുഷ്യൻ്റെ മനസ്സിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും വികസനത്തിൻ്റെ ഭാഗമല്ല. അതൊക്കെ ഇപ്പോഴും നമ്മൾ ചാപിള്ളകളെ പോലെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. തീർച്ചയായിട്ടും ഈ ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ഭാരതീയനും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർ മനസ്സിൽ വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അച്ഛൻ ഇവിടെ ഉന്നയിച്ചത്. താങ്ക് യു അച്ഛാ, ഇത്ര നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. നന്ദി. താങ്ക് യു.